നമ്മൾ പലപ്പോഴും പറയാറുണ്ട്, ഇന്നു മുതൽ ഞാൻ ചേഞ്ച് ചെയ്യാൻ പോവാണ്, നാളെ മുതൽ ഞാൻ ഇങ്ങനെയൊക്കെ ചെയ്യാൻ പോവാണ്, നാളെ മുതൽ എന്നും ഞാൻ നേരത്തെ എഴുന്നേക്കാൻ പോവാണ്, നാളെ മുതൽ ഞാൻ മാറ്റങ്ങൾ കൊണ്ടുവരാൻ പോവാണ്. പക്ഷേ നമ്മൾ നമ്മുടെ തെറ്റുകൾ ആവർത്തിക്കുന്നു. നമ്മൾ പറയുന്നു, പക്ഷെ ചെയ്യുന്നില്ല. നമുക്ക് പറയാൻ പറ്റുന്നുണ്ട്, നമുക്ക് ആഗ്രഹിക്കാൻ പറ്റുന്നുണ്ട്, പക്ഷെ ചെയ്യാൻ പറ്റുന്നില്ല. നമ്മുടെ കയ്യിൽ നിന്ന് സമയം തെന്നിപ്പോവുകയാണ്. നമുക്ക് ചെയ്യാൻ ആഗ്രഹമില്ലാതിരുന്ന പല കാര്യങ്ങളും നമ്മൾ ചെയ്തു കൂട്ടുന്നു. അതിൻ്റെ റിഗ്രറ്റ് നമുക്കുണ്ടാകുന്നു. നമുക്കൊരു സാറ്റിസ്ഫാക്ഷൻ കിട്ടുന്നില്ല. നമ്മൾ ആഗ്രഹിക്കുന്നത് പോലെയല്ല നമ്മൾ പ്രവർത്തിക്കുമ്പോൾ നടക്കുന്നത്. നമ്മൾ ആഗ്രഹിക്കുന്നത് പോലെയല്ല നമ്മുടെ സമയം നമ്മൾ ചെലവഴിക്കുന്നത്. എല്ലാം നമ്മുടെ കയ്യിൽ നിന്ന് സ്ലിപ്പായി പോകുന്നത് പോലൊരു അവസ്ഥ. നമുക്ക് മുമ്പോട്ടൊന്നും വളരാൻ പറ്റാത്തൊരു സിറ്റുവേഷൻ. നമ്മൾ സ്റ്റക്കായിട്ട് നിൽക്കുന്നൊരു സിറ്റുവേഷൻ. ശരിയാണ്, എനിക്കറിയാം, എല്ലാവർക്കുമുണ്ട് ആഗ്രഹങ്ങളുണ്ട്, സ്വപ്നങ്ങളുണ്ട്, പ്ലാൻസ് ഉണ്ട്, ഡ്രീംസ് ഉണ്ട്. പക്ഷേ നമ്മൾ ഇതിനൊന്നും വില കൊടുത്തില്ലെങ്കിൽ വേറെ ആരാണ് ഇതിനൊക്കെ വില കൊടുക്കാൻ പോകുന്നത്? ഇതിനൊക്കെ നമ്മൾ വില കൊടുക്കുന്നുണ്ടോ എന്നറിയാൻ ഒറ്റ കാര്യം നോക്കിയാൽ മതി. നമ്മുടെ സമയത്തിന് നമ്മൾ വില കൊടുക്കുന്നുണ്ടോ എന്ന്. ഡു യു വാല്യൂ യുവർ ടൈം? ഈ ഒരൊറ്റ ക്വസ്റ്റ്യൻ നമ്മുടെ കണ്ണു തുറപ്പിക്കുന്ന ചോദ്യമാണ്. സക്സസ്സിന് 1000 നിയമങ്ങളുണ്ടെങ്കിലും ബാക്കിയുള്ള 999 റൂളുകളും ഒറ്റ നിയമത്തിലാണ് ബേസ് ചെയ്തിരിക്കുന്നത്. ഡിസിപ്ലിൻ, സെൽഫ് ഡിസിപ്ലിൻ. ചെയ്യണമെന്ന് മനസ്സിൽ വിചാരിക്കുന്ന കാര്യം അത് ചെയ്യാൻ അതിനുള്ള ഒരു വിൽ പവർ ഉണ്ടാക്കിയെടുക്കുക. സെൽഫ് ഡിസിപ്ലിൻ ഈസ് ഗെയിം ചേഞ്ചിങ്. ഒരു ദിവസം പോലും, ഒരു നിമിഷം പോലും ഇനി നമ്മൾ നഷ്ടപ്പെടുത്തരുത്. എവ്രി ഡേ ഈസ് എ ന്യൂ ഓപ്പർച്യൂണിറ്റി. ഓരോ ദിവസവും നമുക്ക് ഒന്നുകൂടി തുടങ്ങാൻ, ഒന്നുകൂടി പരിശ്രമിക്കാനുള്ള ഒരവസരമാണ്. നമുക്ക് അവസരങ്ങൾ കിട്ടിയില്ല എന്ന് പറയാൻ നമുക്ക് പറ്റില്ല. നമ്മുടെ കയ്യിൽ കിട്ടുന്ന ഒരു ദിവസമെങ്കിലും നമുക്ക് വീണ്ടും കിട്ടുമോ? ഒരു നിമിഷമെങ്കിലും വീണ്ടും കിട്ടുമോ? ഇല്ല. അതുകൊണ്ട് നമ്മൾ ചെയ്യണം എന്ന് പറഞ്ഞ് മാറ്റിവെച്ച ഒരു കാര്യം ഇന്ന് നമ്മൾ ചെയ്യണം. ഡിസിപ്ലിൻ ഇടുക. ഡിസിപ്ലിൻ. നമ്മൾ 20% കൊടുത്താൽ പോരാ, 50% കൊടുത്താൽ പോരാ, 80% കൊടുത്താൽ പോരാ. നമുക്ക് ഏറ്റവും ബെസ്റ്റ് റിസൾട്ട്സ് വേണമെങ്കിൽ നമ്മുടെ 100% കൊടുക്കണം. നമ്മുടെ മുഴുവനും കൊടുക്കണം. നമ്മൾ ലേസി ആയിട്ടിരുന്ന് നമ്മളൊരു സൈഡ് ബിസിനസ് ആയിട്ട് ചെയ്താൽ പോരാ. നമ്മുടെ ഡ്രീമിന് വേണ്ടി, നമ്മൾ ചെയ്യുന്ന കാര്യത്തിന് വേണ്ടി ഫുള്ളായിട്ട് കൊടുക്കണം. ബിക്കോസ് ഇഫ് യു ആർ നോട്ട് ഗിവിങ് ദ ബെസ്റ്റ് എഫേർട്സ്, യു വിൽ നോട്ട് ഗെറ്റ് ദ ബെസ്റ്റ് റിസൾട്ട്സ്. ഇവിടെ നമുക്ക് എക്സ്ക്യൂസുകളില്ല. ബെസ്റ്റ് എഫേർട്സ് ഈസ് ഈക്വൽ ടു ബെസ്റ്റ് റിസൾട്ട്സ്. ജസ്റ്റ് നമ്മുടെ മനസ്സിലൊന്ന് ചിന്തിച്ച് നോക്കിയേ. നമ്മുടെ കയ്യിലുള്ള ഒരു 1000 രൂപ അല്ലെങ്കിൽ ഒരു 100 രൂപയെങ്കിലും നമ്മളൊരു ചവറ്റുകൊട്ടയിലിടുമോ? ഇല്ല. നമുക്കതിൻ്റെ വില അറിയാം. പിന്നെ എന്തുകൊണ്ടാണ് നമുക്ക് വിലയുണ്ടെന്നറിയാവുന്ന നമ്മുടെ സമയം നമ്മൾ പാഴാക്കുന്നത്, നമ്മൾ വെറുതെ കളയുന്നത്? ബിക്കോസ് വി ഡോണ്ട് ഹാവ് എ മിഷൻ. ചെയ്തു തീർക്കണം എന്ന് നമ്മുടെ ഉള്ളിൽ ഒരു തീയില്ലാത്തത് കൊണ്ട്. കോബി ബ്രയാൻ പറഞ്ഞു തരുന്നുണ്ട്, റെസ്റ്റ് ഇൻ ദി എൻഡ്, നോട്ട് ഇൻ ദ മിഡിൽ. നമ്മുടെ ഉള്ളിൽ കിടക്കുന്ന ഒരു പർപ്പസാണ് ഇങ്ങനെ ചിന്തിക്കാൻ, ഇങ്ങനെ പരിശ്രമിക്കാൻ നമുക്ക് ശക്തി തരുന്നത്. കാരൻ ലാമ്പിൻ്റെ ഒരു കോട്ടുണ്ട്, എ ഇയർ ഫ്രം നൗ യു മേ വിഷ് യു ഹാഡ് സ്റ്റാർട്ടഡ് ടുഡേ. ഒരു വർഷം കഴിഞ്ഞ് നിങ്ങൾ ആഗ്രഹിക്കും ഇന്ന് തുടങ്ങിയിരുന്നെങ്കിലെന്ന്. ഒരു വർഷം കഴിഞ്ഞ് നിങ്ങൾ ചിലപ്പോൾ ചിന്തിക്കും അന്ന് തുടങ്ങാൻ പറ്റിയിരുന്നെങ്കിലെന്ന്. ദിസ് ഇസ് ദ ടൈം വി ഹാവ് ഗോട്ട്. ദിസ് ഇസ് ദ മോസ്റ്റ് വാല്യുബിൾ ടൈം. നമ്മൾ വേസ്റ്റ് ചെയ്യുന്ന ഓരോ നിമിഷവും, നമ്മൾ ലേസി ആയിട്ടിരിക്കുന്ന ഓരോ നിമിഷവും ഒരു ഓപ്പർച്യൂണിറ്റീസാണ് നമ്മുടെ കയ്യിൽ നിന്ന് സ്ലിപ്പാവുന്നത്. സമയം എന്ന് പറയുന്നത് വെറും സമയമല്ല. അതിലാണ് നമ്മുടെ സ്വപ്നങ്ങൾ, അതിലാണ് നമ്മുടെ ആഗ്രഹങ്ങൾ, അതിലാണ് നമ്മുടെ ഓപ്പർച്യൂണിറ്റീസ്. നമ്മൾ സമയം നശിപ്പിക്കുമ്പോൾ ഇതെല്ലാമാണ് നശിപ്പിക്കുന്നത്. സമയം പാഴാക്കുമ്പോൾ ഇതെല്ലാമാണ് പാഴാക്കുന്നത്. എലിസബത്ത് കുബ്ലർ റോസ് പറയുന്ന ഒരു മനോഹരമായ ഒരു കാര്യമുണ്ട്. നമുക്ക് ഈ ഭൂമിയിൽ ജീവിക്കാൻ വളരെ ലിമിറ്റഡ് ആയിട്ടുള്ള ഒരു സമയമേ ഉള്ളൂ എന്ന് മനസ്സിലാക്കുമ്പോൾ, അതെന്ന് തീരുമെന്ന് നമുക്ക് അറിയാത്തൊരു സിറ്റുവേഷൻ ഉണ്ടെന്ന് മനസ്സിലാക്കുമ്പോൾ, അത് ഓരോ ദിവസവും ചിന്തിച്ച് ജീവിക്കുമ്പോൾ മാത്രമാണ് നമ്മൾ ജീവിതം മുഴുവനായിട്ടും ജീവിക്കാൻ തുടങ്ങുന്നത്. ലിമിറ്റഡ് ആയിട്ടുള്ള സമയം, എന്ന് തീരുമെന്ന് നമുക്കറിയില്ലാത്ത സമയം. ജീവിതം എന്ന് പറയുന്നത് ഒരു കടലാണ്. നമ്മളതിൻ്റെ എന്തോരം അനുഭവിച്ചിട്ടുണ്ട്, നമ്മൾ എന്തോരം അറിഞ്ഞിട്ടുണ്ട്. അതിൻ്റെ ഒരു തുള്ളി മാത്രം അറിഞ്ഞ്, അതിൻ്റെ ഒരു ഡ്രോപ്പ് കിട്ടിയതുകൊണ്ട് സാറ്റിസ്ഫൈഡ് ആയിട്ടിരിക്കരുത്. മനുഷ്യൻ എത്തിപ്പിടിച്ചിട്ടുള്ളതോ ഒന്നുമല്ല, ഇനിയും എത്തിപ്പിടിക്കാനുള്ളതാണ് എല്ലാം. എക്സ്പ്ലോർ, സെർച്ച് ഫോർ ഇറ്റ്. ആ കടലിലേക്ക് നമ്മൾ ഇറങ്ങിച്ചെല്ലണം. There is no moment that is more important than right now. You just get today and now. If you respect your dreams, respect your time. Inspiring Freak.